ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മളെ തന്നെ മടുക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്തു പോകും. ഞാൻ ഇങ്ങനെ ആയപ്പോൾ എന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ ചിന്തിക്കുന്നൊരു സമയമുണ്ടാവും. ഞാൻ പരാജയപ്പെട്ടു എന്നൊക്കെ പലപ്പോഴും പലരും അങ്ങനെ ഒരു ചിന്തയിൽ ഒരറ്റത്ത് വരുമ്പോൾ അവർക്ക് ആരോടും ഒന്നും ഷെയർ ചെയ്യാനില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് അവർ ജീവിതം അവസാനിപ്പിക്കാനൊക്കെ തോന്നുകയും ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കരുതെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഇനിയും അധികമായിട്ടുള്ള പ്രതിസന്ധികളും വൈതരണികളും ഉള്ളതെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. തോക്കുന്നൊരു കുട്ടിക്ക് മാത്രമല്ല ജയിക്കേണ്ടത് എങ്ങനെയാണ്, ഇനി എങ്ങനെ തോക്കാതെ പഠിക്കണമെന്നറിയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ജയിച്ച് നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികൾ ഒരു വിഷയത്തിൽ തോറ്റു അല്ലെങ്കിൽ ഒരു വർഷം തോറ്റു എന്നൊക്കെ പറയുമ്പോഴേക്കും വേഗം ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പക്ഷേ അത് പരീക്ഷകളിലേ പറ്റുള്ളൂ. നമ്മുടെ ലൈഫിലാകുമ്പോൾ എല്ലാം വിജയിച്ചെന്ന് വരത്തില്ല. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല സക്സസ് എത്തിയെന്നൊരു ചിലപ്പോൾ ഉദ്ദേശഫലം ഉണ്ടാവില്ല, ചിലപ്പോൾ അട്ടർ ഫെയിലിയർ ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മുന്നേറുള്ള അടുത്ത ചുവടുകളെക്കുറിച്ച് പഠിക്കുവാൻ ദൈവം നമുക്ക് ബുദ്ധി തരും, കരുത്ത് തരും, ഒരുക്കം തരും. അങ്ങനെ ചെയ്യും. നമ്മുടെ മനസ്സൊക്കെ ക്ഷീണിച്ചും തളർന്നും എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ഇതിൽ ഞാൻ എങ്ങനെ അതിജീവിക്കാമെന്ന് ദൈവത്തിൻ്റെ കൃപയും കരുത്തും എനിക്ക് നൽകിയാൽ മതി. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഏത് പ്രശ്നത്തെയും അതിജീവിക്കാൻ കഴിയുമെന്നൊരു ധൈര്യവും പ്രാർത്ഥനയും ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നൊരു അറിവുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സങ്കടത്തിലും വിഷമിച്ചും വേദനിച്ചും ഒക്കെ നമ്മുടെ ശോഭ നഷ്ടപ്പെട്ടും കണ്ണ് കുഴിഞ്ഞും ഒട്ടിയ മുഖമായിട്ടും ശരീരം ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നതിന് പകരം നമ്മളെ കാണുന്ന ഒരാൾക്ക് അവരുടെ പ്രതിസന്ധിയിൽ നിങ്ങളെങ്ങനെ ഇതൊക്കെ തരണം ചെയ്തു, നിങ്ങളെ എനിക്കറിയാം, എങ്ങനെയാണ് എനിക്കത് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച ആർജവവും കരുത്തും ആ ധൈര്യവും ആ പരിഹാരങ്ങളും ഒക്കെ നമുക്ക് മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരെ കൂടെ ഒന്ന് കൈപിടിച്ച് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ മുന്നിലൊരു കാണുന്ന ഒരാൾ ജീവിതം മതി എന്ന് പറഞ്ഞു പോകുന്നതിനേക്കാൾ അയാളെ അവിടെ നിന്ന് കൈപിടിച്ച് നടത്തി അയാളെ വിജയകരമായൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നതല്ലേ ഏറ്റവും അനുഗ്രഹപ്രദമായൊരു പ്രവൃത്തി. ദൈവവും നമ്മളെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ വിഷമങ്ങളോ പരാജയങ്ങളോ പരീക്ഷണങ്ങളോ ഒക്കെ ആകുമ്പോൾ തളർന്നു പോകരുത്. പകരം ഇതെല്ലാം മുന്നമേ അറിയും, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുക. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. മനുഷ്യർ നിന്നോട് എന്ത് ചെയ്യും എന്നാണ്. മനുഷ്യർ പലതും ചെയ്യാൻ വന്നാലും അതൊക്കെ നമ്മുടെ ഒരു പൂർണ്ണമായി വിജയിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. നമുക്കെതിരെ പലരും ഉണ്ടായിരിക്കാം, എന്നാൽ നമ്മളെ തളർത്താനും നമ്മുടെ കൂടെ നിൽക്കാതിരിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും, പരിഹസിക്കാനും ഒരുപാട് പേര്. എന്നാൽ മാറാതെ നിൽക്കുന്നൊരു ദൈവം നമുക്കൊന്ന് ധൈര്യത്തോടെ മുന്നേറുക, കർത്താവിനോട് ചേർന്ന് ദൈവത്തിനും അനുസരിച്ച് ജീവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈ.